പാമ്പ് കാണുന്നത് പോലെ ഈ പ്രപഞ്ചം വിവർത്തമായിട്ട് കാണുകയാണ്. പക്ഷേ ആ വിവർത്തമായ കാഴ്ച ഈ ബ്രഹ്മത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മെ സഹായിക്കും. ഇപ്പോൾ എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം, ഈ വിവർത്തം ഉണ്ടാകുന്നത്, എവിടെയാണോ ഈ വിവർത്തം നിലനിൽക്കുന്നത്, ഏതിലോട്ടാണോ ഈ വിവർത്തം ഇല്ലാതാകുന്നത്, അതിനെ അന്വേഷിക്കൂ. അപ്പോൾ ഈ വിവർത്തത്തിന് കാരണമായ അടിസ്ഥാനമായ സത്യവസ്തുതയെ കാണാൻ പറ്റും. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ, എവിടെ നിന്നാണോ ഈ ഭൂതങ്ങൾ ഉണ്ടാകുന്നത്, എവിടെയാണോ നിലനിൽക്കുന്നത്, ഏതിലോട്ടാണോ തിരിച്ച് ലയിക്കുന്നത്, അപ്പം അതിനെ അന്വേഷിക്കുക. അപ്പോൾ അത് ജന്മാദ്യസ്യ യഥ, ജന്മാദി ഉണ്ടാകുന്നത് എവിടെയാണോ അതിനെ അന്വേഷിച്ച് അതിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ആ സൂത്രത്തെക്കുറിച്ച് നമ്മോട് ചിന്മയാനന്ദപുരി സ്വാമിജി സംസാരിക്കും. അദ്ദേഹം വളരെ നാൾ ഋഷികേശിലെ കൈലാസാശ്രമത്തിലെല്ലാം പഠിച്ചതാണ്. വളരെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. ശ്രീ ചിന്മയാനന്ദപുരി. രണ്ടാമത്തെ സൂത്രമാണ് ജന്മാദ്യസ്യ യതഃ. ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ മംഗളശ്ലോകം ചെയ്തിട്ടേ ഇല്ല. മറ്റ് ഉപനിഷത്ത് ഭാഷ്യം വരുന്ന സമയത്ത് പല സ്ഥലത്തും മംഗളശ്ലോകം കാണാം. മംഗളം ചെയ്യുന്നത് ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിക്കാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെയും നിർവിഘ്ന പരിസമാപ്തിക്ക് മംഗളം ആവശ്യമായിരുന്നു. എന്നിട്ടും ചെയ്തിട്ടില്ല. അതിൻ്റെ ടീകാകാരന്മാർ പറയും, ഇവിടെ നിരൂപണം ചെയ്യപ്പെടുന്ന വസ്തു, ഭാഷ്യകാരൻ തുടങ്ങും യുസ്മത് അസ്മത് പ്രത്യയ ഗോചരയോഹോ, ഇവിടെ അസ്മത് പ്രത്യയത്തിൻ്റെ വിഷയമായിരിക്കുന്ന ബ്രഹ്മത്തെ നിരൂപണം ചെയ്യുന്നത് കൊണ്ട് ആ ബ്രഹ്മവസ്തു പറയപ്പെട്ടു. മംഗളസ്വരൂപിയായ ബ്രഹ്മവസ്തുവിനെയാണ് നിരൂപണം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അന്യ മംഗളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഷഡ് ദർശനങ്ങളിൽ വേദത്തിൽ നിന്നുകൊണ്ട് വേദത്തെ നിരൂപണം ചെയ്യുന്നത് പൂർവമീമാംസയും ഉത്തരമീമാംസയാണ്. പൂർവമീമാംസ എന്നാൽ കർമ്മകാണ്ഡ വിഷയമാണത്. അതിൻ്റെ നിരൂപണം അഥാതോ ധർമ്മജിജ്ഞാസ എന്ന് ഇതിനു മുന്നേ തന്നെ നിരൂപണം ചെയ്ത് കഴിഞ്ഞു. അനന്തരം വേദ അധ്യയന അനന്തരം കർമ്മ ഫലവത്താണ് എന്നുള്ളത് കൊണ്ട് ധർമ്മജിജ്ഞാസ, ധർമ്മശബ്ദത്തിന് കർമ്മം എന്നും കർമ്മത്തിൻ്റെ ഫലം എന്നും നിയോഗം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഇതിൻ്റെ നിരൂപണം പൂർവകാണ്ഡത്തിൽ കഴിഞ്ഞു. പൂർവമീമാംസ നമ്മൾ പൂർവകാണ്ഡം എന്ന് പറയും. അവിടെ കർമ്മസംബന്ധിയായിരിക്കുന്ന ഒരു ചേതനൻ്റെ നിരൂപണവും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചേതനൻ എന്നുള്ളത് ജീവചേതനാണ്. ആ ജീവചേതനൻ പോലും ശരീരത്തിൽ നിന്ന് ഭിന്നനാണ് എന്നുള്ളത് പൂർവമീമാംസയിലെ സിദ്ധാന്തമാണ്. കാരണം ഇവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അനുഭവിക്കുന്നത് ഈ ശരീരത്തിലല്ലല്ലോ. ചില യാഗങ്ങളുടെ ഫലം ഈ ജന്മത്തിലായിരിക്കും. പുത്രകാമേഷ്ടി, കാര്യരയ ചെയ്ത വൃഷ്ടികാമ ഇത്യാദി സ്ഥലങ്ങളിൽ വൃഷ്ടിയാദികളുടെ ഫലം ഈ ജന്മത്തിൽ കിട്ടേണ്ടതാണ്. സ്വർഗാദി ഫലങ്ങൾ അടുത്ത ജന്മത്തിൽ കിട്ടേണ്ടത് കൊണ്ട് അത് ഈ ശരീരത്തിലല്ല, മറിച്ച് ഈ ശരീരത്തിൽ നിന്ന് വിലക്ഷണനായിരിക്കുന്ന ജീവനായിരിക്കും അത് ഭോഗിക്കുക എന്നുള്ളത് കൊണ്ട് ശരീരവിലക്ഷണനായിരിക്കുന്ന ജീവന്റെ നിരൂപണം പൂർവമീമാംസയിലും കഴിഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഈ ഉത്തരമീമാംസ? ഇവിടെ നിരൂപണം ചെയ്യപ്പെടുന്ന ചേതനൻ കർത്തൃത്വാദി വിശിഷ്ടനല്ല, മറിച്ച് കർത്തൃത്വാദി രഹിതനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധ ബ്രഹ്മസ്വരൂപം തന്നെയായിരിക്കും. അതിനു വേണ്ടിയാണ്, അതായത് അവിടെ നിരൂപണം ചെയ്യപ്പെടാത്ത വസ്തുവിൻ്റെ നിരൂപണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒന്നാം സൂത്രത്തിലൂടെ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് തുടങ്ങിയത്.
ഇവിടെ 6 ദർശനങ്ങളിലൂടെ പോകുന്ന സമയത്ത് കേവല ബ്രഹ്മസ്വരൂപത്തെ നിരൂപണം ചെയ്ത് അതും വേദത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമാണ് അദ്വൈത വേദാന്തം പോകുന്നത്. മറ്റ് ദർശനങ്ങൾ നോക്കിയാൽ എല്ലാം ദ്വൈതങ്ങളായിരിക്കും. ഇവിടെ അദ്വൈത വസ്തുവിനെ നിരൂപണം ചെയ്യാനായിട്ട്, അതായത് കേവല ബ്രഹ്മസ്വരൂപത്തെ മറ്റൊരു വഴിയില്ല പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ നിരൂപണം ചെയ്യാണ്. അപ്പോൾ കേവല വസ്തു, ബ്രഹ്മവസ്തു, അതേപോലെ ജീവന്റെ സ്വരൂപം. പറയാറുണ്ട് ആത്മജ്ഞാനം, അജ്ഞാനം കൊണ്ട് ജഗത് സൃഷ്ടി, അങ്ങനെയാണെങ്കിൽ ജ്ഞാനം കൊണ്ട് ജഗത്തിന്റെ നാശം. ഏത് വിഷയത്തിന്റെ അജ്ഞാനം കൊണ്ട് കൽപ്പിതമായിരിക്കുന്നൊരു ലോകം കാണപ്പെടുന്നുവോ, ഉദാഹരണത്തിന് കയറിൻ്റെ അജ്ഞാനം കൊണ്ട് സർപ്പം കാണപ്പെടുന്നുവോ, ആ സർപ്പജ്ഞാനം കൊണ്ടുണ്ടാവുന്ന ഭയകമ്പാദികൾക്കും സർപ്പജ്ഞാനത്തിൻ്റെ നിവൃത്തിക്കായിട്ട് ആ അജ്ഞാനം എവിടെയാണുള്ളത്? കയറിൽ. അതുകൊണ്ട് തന്നെ കയറിൻ്റെ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ കയറിൻ്റെ അജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് ആ അജ്ഞാനജന്യമായിരിക്കുന്ന ഭയകമ്പാദികൾ നഷ്ടപ്പെടത്തുള്ളൂ. ഇതേപോലെ തന്നെ ഇവിടെയും ഈ ജഗത്ത് എന്നുള്ളത് ഒരജ്ഞാനത്തിൻ്റെ കാര്യമാണ്. ഇതിനെ പറയും ബ്രഹ്മവിഷയക അജ്ഞാനം. ആശ്രയത്വ വിഷയത്വ ഭാഗിനി നിർവിഭാഗ ചിതിരേവ കേവല പൂർവ്വസിദ്ധ തമസോഹി പശ്ചിമോ ന ആശ്രയഭൂതി നചാപി ഗോചരഹ എന്ന് പൂർവ്വ സംക്ഷേപ ശാരീരികാരം പറയും. അവിടെ ഈ അജ്ഞാനത്തിൻ്റെ ആശ്രയമേതാണ്, വിഷയമേതാണ്? മുഖ്യ സിദ്ധാന്തത്തിൽ ആശ്രയവും വിഷയവും നിത്യശുദ്ധ ബുദ്ധമുക്ത ബ്രഹ്മം തന്നെയായിരിക്കും. ചില അഭിപ്രായത്തിൽ, വാചസ്പത്യാദികളുടെ അഭിപ്രായത്തിൽ വരുന്ന സമയത്ത് ആശ്രയം ജീവനും വിഷയം ബ്രഹ്മവുമായി മാറും. പക്ഷെ മുഖ്യ സിദ്ധാന്തത്തിൽ നമ്മൾ ആശ്രയം വിഷയം ഒന്നേ മാനിക്കത്തുള്ളൂ. കാരണം ഈ ജീവൻ തന്നെയല്ലേ ബ്രഹ്മം. ആ ഒരു ബ്രഹ്മ നിരൂപണത്തിനായിട്ട് ജന്മാദി അസ്യ യതഃ എന്നുള്ള സൂത്രം തുടങ്ങുകയാണ്. അപ്പോൾ ഈ ജഗത്തിനെ കാണിച്ചിട്ട് ഇവിടെ പ്രത്യക്ഷമാണ് ഈ ജഗത്ത്. ഈ ജഗത്തിൻ്റെ കാരണ അന്വേഷണമാണ് ഈ സൂത്രത്തിലൂടെ. ഈ സൂത്രങ്ങളെല്ലാം തന്നെ ഉപനിഷത്ത് വാക്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോ സൂത്രവും ഉപനിഷത്ത് നിരൂപണമാണ്. അതായത് ഇതിനെ പറയും വിചാര ഗ്രന്ഥം എന്ന് പറയും. വിചാരപ്രധാനമായ ഗ്രന്ഥമാണത്. വിചാരം എന്ന് ഉദ്ദേശിച്ചത് ശ്രവണ മനന നിധിധ്യാസനത്തിൻ്റെ ഒറ്റപ്പേരാണ് വിചാരം. ഇതിനെ ന്യായപ്രധാനം എന്നും പറയും. പ്രസ്ഥാനത്രയത്തിൽ ശ്രുതിപ്രസ്ഥാനം, സ്മൃതിപ്രസ്ഥാനം, ന്യായപ്രസ്ഥാനം. അത് ന്യായം എന്നുള്ളത് വേദാന്ത വാക്യങ്ങളുടെ നിർണയം ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ എല്ലാ സൂത്രങ്ങൾക്കും ശ്രുതികളായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഇവിടെയുള്ള ശ്രുതിയാണ് ഭൃഗുവായിട്ടുള്ള സംവാദം നടക്കുകയാണ് തൈത്തരീയോപനിഷത്തില്. യതോവ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തഭിസംവിശന്തി തത് ബ്രഹ്മ. ഈ വാക്യത്തിലൂടെ പറയപ്പെട്ട ബ്രഹ്മത്തിനെയാണ് ഈ സൂത്രത്തിലൂടെ നിരൂപണം ചെയ്യുന്നത്. അപ്പൊ സൂത്രമാണ് ജന്മാദി അസ്യ യതഃ. 3 പദം. ജന്മാദി എന്നുള്ളതിന് ഒരു സമസ്ത പദമാണ്. ജന്മം ആദിയിലുള്ളത് ഏതിൻ്റെ? ജന്മസ്ഥിതി ലയങ്ങളുടേതാണ്. 3 വരും. ഇതൊരു ബഹുവ്രീഹി പദമായതുകൊണ്ട് അന്യപദാർത്ഥ പ്രധാനമായിട്ടാണ് മിക്കവാറും ബഹുവ്രീഹി വരുന്നത്. അതിൽ തന്നെ ചില സമയത്ത് തദ്ഗുണ സംവിജ്ഞാനൻ അല്ലെങ്കിൽ അതഗുണ സംവിജ്ഞാനൻ. അതായത് സമാസം ചെയ്യുന്ന സമയത്ത് സമാസത്തിൽ ഉൾപ്പെടുന്ന പദാർത്ഥത്തെ കൂടി നമ്മൾ അന്യപദാർത്ഥമായിട്ട് അന്വയിക്കുന്നുണ്ടെങ്കിൽ തദ്ഗുണ സംവിജ്ഞാനൻ. ഇവിടെ ഇപ്പോൾ ജന്മാദി എന്ന് പറയുന്ന സമയത്ത് ജന്മം ആദിയിലുള്ളത് ഏതിൻ്റെതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിതിയുടെയും ലയത്തിൻ്റെതാണെന്ന് പറയേണ്ടി വന്നേനെ. അങ്ങനെയാണെങ്കിൽ ജന്മാദിക്ക് സ്ഥിതിലയം എന്നേ അർത്ഥം കിട്ടത്തുള്ളൂ, ജന്മാർത്ഥം കിട്ടത്തില്ല. അപ്പൊ ജന്മം കൂടിയും കിട്ടണമെന്നുള്ളത് കൊണ്ട് ഇത്
സമാസത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ജന്മത്തെ കൂടി എടുത്തും കൊണ്ടാണ് അന്യപദാർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് തദ്ഗുണ സംവിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ജന്മം, സ്ഥിതി, ലയം, ഈ ജഗത്തിൻ്റെ അസ്യ കസ്യ ജഗതഃ, ഈ ജഗത്തിൻ്റെ ജന്മം എന്ന് പറഞ്ഞ ഉത്പത്തി, സ്ഥിതി എന്നുള്ള സ്ഥിതി തന്നെ, വർത്തമാനകാല വൃത്തിത്വം. പിന്നെ ഉള്ളത് എന്താണ്? ലയം. ഈ ജന്മവും ഉത്പത്തിയും, ജന്മമായിരിക്കുന്ന ഉത്പത്തി, പിന്നെ സ്ഥിതി, ലയം. ഈ ജഗത്തിൻ്റെ ഉത്പത്തി, സ്ഥിതി, ലയങ്ങൾ യതഃ എന്ന് പറഞ്ഞ എവിടെ നിന്നാണോ, യസ്മാത് കാരണാത്, ആ കാരണത്തെ കാണിക്കുകയാണ്. ഇത്രയൊരു വാക്യമാണത്. ഇതിൽ നിന്ന് നമ്മൾ ലക്ഷണം വേറെ തന്നെ ചെയ്യണം. ജന്മാദി അസ്യ ജഗതഃ, ജന്മസ്ഥിതി ലയങ്ങൾ, ഈ ജഗത്തിൻ്റെ ജന്മസ്ഥിതി ലയങ്ങൾ ഏതൊരു ഇടത്തു നിന്നാണോ തദ് ബ്രഹ്മ. ഇത് മൂന്നെണ്ണവും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. അതായത് കേവലം ജഗത് കാരണത്വമെന്നോ, ജഗത്തിൻ്റെ ഉത്പത്തി കാരണത്വമെന്നോ, കേവലം സ്ഥിതി കാരണത്വമെന്നോ, കേവലം ലയകാരണത്വമോ അല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഉത്പത്തി, സ്ഥിതി, ലയകാരണത്വം മൂന്നും. പക്ഷേ ഉത്പത്തി ഉള്ള സമയത്ത് ലയമോ, ലയമുള്ള സമയത്ത് ഉത്പത്തി സ്ഥിതിയോ നടക്കാറില്ല. പക്ഷേ ഒരു കാരണത്തിൽ നിന്ന് ഉത്പത്തി സ്ഥിതി ലയങ്ങൾ സംഭവിക്കും. ഇതിന് ഉദാഹരണം, ഒരു ഘടത്തെ എടുത്താൽ ആ ഘടത്തിൻ്റെ ഉപാദാന കാരണമായിരിക്കുന്ന മൃത്തിൽ നിന്നാണ് ഘടത്തിൻ്റെ ഉത്പത്തി. ഘടത്തിൻ്റെ സ്ഥിതികാലത്തും അതേ മൃത്തിലാണിരിക്കുക. ഇനി ഘടത്തെ ഉടച്ചാലോ, അതും പോയി നിൽക്കുന്ന മൃത്തിലാണ്. അപ്പോൾ കാര്യം അതിൻ്റെ ഉപാദാന കാരണത്തിൽ നിന്ന് ജനിക്കും, ഉപാദാന കാരണത്തിൽ നിൽക്കും, ഉപാദാന കാരണത്തിൽ ലയിക്കും. അതുകൊണ്ട് ഘടം എന്തായിരിക്കും? മൃത്തായിരിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? ഉത്പത്തി സ്ഥിതി ലയങ്ങൾ എവിടെ നിന്നാണോ അത് ബ്രഹ്മ. ഇതൊരു ഘടത്തിന്റെ കാര്യമല്ല, സകല ജഗത്തിന്റെ കാര്യമാണ്. ഘടത്തിന് നോക്കിയാൽ അവിടെ ഉപാദാന കാരണം മൃത്തും നിമിത്ത കാരണം കുലാലും വേറെയുണ്ട്. പക്ഷേ എട്ടുകാലിയുടെ വല നോക്കിയാൽ ആ വല ഉണ്ടാക്കിയതും എട്ടുകാലിയാണ്, വലയുടെ ഉപാദാനവും എട്ടുകാലിയാണ്. അപ്പോൾ ലോകത്തിന് നമ്മൾക്ക് നിമിത്ത അഭിന്ന ഉപാദാന കാരണം ഒന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചർച്ച ചെയ്യുന്ന മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇതിന് പൂർവപക്ഷി കുറേ പ്രസംഗം ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഭാഷ്യകാരൻ പറയും, എപ്രകാരം പുരുഷനിൽ നിന്ന് നഖലോമാദികളും പുത്രാദികളും ഉത്പന്നമാവുന്നുവോ, ഇതേപോലെ ഏകനായിരിക്കുന്ന ചേതനനും തന്നെ ജഡചേതനന്മാർക്ക് കാരണമാവും. കാരണം ഈ ജഗത്ത് കുറേ അംശം ജഡവും കുറേ അംശം ചേതനുമാണ്. ചേതനനിൽ അധ്യസ്ഥമായി ചേതനനിലൂടെ പ്രകാശിക്കുന്ന സമയത്ത് ചേതനന്റെ അനിശ്ചിതത വരാത്തൊരു വസ്തുവും നിലനിൽക്കത്തില്ല. ഒന്ന് കാണുന്നത് അധിഷ്ഠാന ആധേയ രൂപം, രണ്ടാമത്തത് പ്രകാശക രൂപം. നമ്മളിപ്പോൾ ഒരു ഘടത്തെ കാണുക എന്ന് പറഞ്ഞാൽ ആ ഘടം പ്രകാശിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥമുള്ളത്. നമ്മളുടെ ജ്ഞാനത്തിന് വിഷയമായി ഘടം, ജ്ഞാനവും ഒരു പ്രകാശമാണ്. എനിക്കത് പ്രകാശിച്ചു. ഇത് ചേതനരൂപ പ്രകാശമാണ്. ചിലത് ജഡരൂപപ്രകാശമാണ്. രൂപം ഉള്ള വസ്തുക്കൾ സംബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്തിൻ്റെ സംബന്ധം ബ്രഹ്മത്തിൽ വേണ്ടതല്ലേ? അല്ലേ? ദൃഷ്ടാന്തത്തിനനുസരിച്ച് നോക്കിയാൽ ജഗത്തിൻ്റെ സംബന്ധം ബ്രഹ്മത്തിൽ വേണ്ടതാണ്. അതേപോലെ ജഗത്തിൻ്റെ ഉത്പത്തിയായിട്ടും ബ്രഹ്മത്തിന് സംബന്ധം പറയണം. നിർധർമ്മകനായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഏതെങ്കിലും ഒരു സംബന്ധം പറയാൻ പറ്റുമോ? നിർലേപനാണ്.
ഗുണക്രിയാദികളായിട്ട് ഒന്നും സംബന്ധമില്ല. പിന്നെ എങ്ങനെ കാരണത പറയാൻ പറ്റും? കുലാലനുമായിട്ട് ബന്ധമില്ലാത്ത ഘടത്തിന്റെ കാരണം കുലാലനാവുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ജഗത് കാരണത്വം ബ്രഹ്മത്തെ പറഞ്ഞത്? ഇതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കയറിലെ സർപ്പം, ആ സർപ്പം കയറിലാണോ അല്ല മറ്റെവിടെയെങ്കിലാണോ? അത് കയറില. കാണപ്പെട്ടത് കയറിലായതുകൊണ്ട് കയറിലാണ് സർപ്പം.